ഹായ് ഗേസ്, ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പണ്ടത്തെ നമ്മുടെ ഉമ്മമാരുടെ മീൻ വെണ്ടക്കറിയാണ്. എൻ്റെ ഇവിടുത്തെ ഉമ്മാൻ്റെ ഐറ്റംസിൽ നിന്ന് പഠിച്ചെടുത്തതാട്ടോ. നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെ ആവശ്യമുള്ളത് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് പുളിങ്ങ, ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിക്കുക. പിന്നെ വെണ്ടയ്ക്ക, ഉലുവ, പെരുംജീരകം ചതച്ചത്, പിന്നെ 2 തക്കാളി, പിന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടത് കേട്ടോ. ഇവിടെ പൊതുവെ എരിവ് പറ്റില്ല. കറിവേപ്പില, സവാള അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ചെറുള്ളി ഇട്ടിട്ടില്ല. പിന്നെ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ചെറുള്ളിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ചെറുള്ളി നല്ല ടേസ്റ്റാണ്, ചെറുള്ളി ഇട്ടാൽ. പിന്നെ ഇതിനൊക്കെ ആവശ്യമായിട്ട് ഞാൻ ഒരു മൺകല എടുത്തിട്ടുള്ളത്. മൺകല നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം നമ്മൾ ഉലുവ പൊട്ടിക്കുക. കൂടുതൽ ബ്രൗൺ നിറമൊന്നും ആവാൻ നിൽക്കില്ല. കുറഞ്ഞൊരു കളർ മാറ്റി വരുമ്പോഴത്തേന് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം മൂത്ത് വരുമ്പോൾ നല്ലൊരു ചൊയ വരും, നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. പെരുംജീരകം മൂത്തി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൂട്ടുന്നത്. പെരുംജീരകം നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരില്ലേ, അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലൊക്കെ നമ്മളെ വളപ്പിലുണ്ടായതാട്ടോ, നമ്മളെ തൊടികളിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിന് ശേഷം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ സവാള തീർച്ചയായും ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത്. അതായത് സവാള നന്നായിട്ട് ചാലിച്ച് വരട്ടെ. നന്നായിട്ട് വരണ്ടതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ നിറമൊക്കെ മാറിയിട്ടുള്ളത്. നിറമൊക്കെ മാറി വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ പെട്ടെന്ന് അടി പിടിക്കും, ചട്ടീൻ്റെ അടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ കുറഞ്ഞ തീയിലാണല്ലോ, അപ്പോൾ ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം കൂടി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വരണ്ടി വരും. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ തന്നെ കുറഞ്ഞൊരു വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കിങ്ങാണ്ട് കൊടുക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയും. തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം
വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഉടയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളെ പാടത്ത് നമ്മുടെ ഉപ്പിയും കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു കൃഷി ചെയ്ത വെണ്ടയ്ക്കന് ഇതങ്ങനെ ഉടയൊന്നുമില്ല, കൂടുതൽ കൊഴുപ്പൊന്നുമില്ല. ചില കറിയൊക്കെ വെണ്ടക്കറിയൊക്കെ വെക്കുമ്പോൾ കാണാൻ ഇങ്ങനെ കൊഴുപ്പായിങ്ങാണ്ട്, പക്ഷെ ഇതങ്ങനെ കൊഴുപ്പായിങ്ങാണ്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. അവർ പാടത്ത് പലതും ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ്. വെണ്ടയ്ക്കയും പച്ചമുളകും ഒക്കെ കൃഷി ചെയ്യും. അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, ഇവിടെ പൂളക്കിഴങ്ങ് എന്ന് പറയും. ഇതെല്ലാം അവിടെ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ വെണ്ടയ്ക്കും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. അത് വെച്ചിട്ട് ആവി അങ്ങനെ ഇതായിക്കാണ്ട് അതിക്ക് നീര് കൂടൊന്നുമില്ല. ഇതിന് നടുക്കൊന്ന് എല്ലാതും ചുറ്റുവട്ടത്തേക്കാക്കിയിട്ട് നടുക്ക് കുറച്ച് സ്പേസ് ഇടുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒറ്റിക്കണം. അതെന്താണെന്നറിയോ, ഈ മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കളർ കൂടി കിട്ടാൻ, കറിക്ക് കുറച്ച് കളർ കിട്ടാൻ. വേറെ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വെറുതെ റെഡ് കളറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ വയറ് ചീത്താക്കണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ വെക്കുന്നതിനൊന്നും കളറൊന്നും കൂട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത്. മഞ്ഞളൊക്കെ ഉപ്പയും ഉമ്മയും പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് നമ്മളിവിടെ വീടിൻ്റെ മുകളിലിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക. നെല്ല് കൊണ്ടുപോയിട്ട് പൊടിച്ചെടുത്തോണ്ടോ. മുളക് പൊടി ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ മുളക് വീട്ടിൽ നിന്ന് ഇവിടെ നമ്മൾ പാടത്ത് ഉണ്ടാക്കുന്ന ചീന പറങ്കി മുളകിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര എരിവാണ്. അപ്പോൾ അതൊക്കെ ഉണക്കി പൊടിച്ചെടുത്തിട്ട് മറ്റ് കടയിൽ നിന്ന് വേവിക്കുന്ന മുളകുണ്ടല്ലോ അതും കൂട്ടിയിട്ട് ഉണക്കി പൊടിക്കും. അപ്പോൾ ആ മുളകും പൊടിയാണ്. അപ്പോൾ കൂടുതൽ കളറൊന്നും ഉണ്ടാവില്ല, വെള്ള മുളകും ഇടുന്നതുകൊണ്ടേ. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു പാകത്തെ ഉപ്പിട്ട് കൊടുക്കുക. കറിക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒക്കെ ഉപയോഗിക്കുക. അവിടെ നിന്ന് മീൻ ഇങ്ങനെ എത്തിവെക്കുന്നുണ്ട്, എണ്ണ ഇടുന്നില്ല എന്ന് വെച്ചിട്ട്. അങ്ങനെ എപ്പോഴാട്ടോ മീൻ അവിടെ നിൽക്കുക. അത് പുളിവെള്ളം കുറച്ച് കയറട്ടെ. പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കട്ടോ. ഈ പുളി എങ്ങനെയാണോ, ഞാൻ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് അവിടെ വീട്ടിൽ വലിയൊരു മരമുണ്ട്. അപ്പോൾ അതിന്മേന്ന് അവർ അറുത്ത് വിൽക്കും. അപ്പോൾ ഞാനങ്ങനെ 5 കിലോന് മേടിച്ചിട്ട് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് ഉണക്കിയിട്ട് കുപ്പിയിൽ ഒരു ഭരണിയിലാക്കിയിട്ടേ കല്ലുപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചതായിരുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കണ്ടിങ്ങനെ കറുത്തും കൊണ്ട്. കുറച്ച് ദിവസം അതിൽ റെസ്റ്റ് എടുത്ത നിറം മാറ്റം വന്നതായിരിക്കും. മീനാണെങ്കിൽ ചാടായിട്ട് സമാധാനമില്ല, കറിയുടെ ഭംഗിയിട്ടിട്ടേ. ചാടി കിട്ടുന്നതൊക്കെ ചാടി. പിന്നെ മീനൊക്കെ കാട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണ്ടേ, അപ്പം മീനൊക്കെ ഉടഞ്ഞോവും. പാവങ്ങളൊക്കെ നന്നാക്കി വരൊക്കെ ഇട്ട് ഒട്ടിച്ച് കിടത്തിയത് അതിൽ കിടന്ന് തളിച്ച് നിറഞ്ഞതാണ്. കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് വേവിക്കുക. എന്നിട്ട് കിടത്ത് ഉറക്കുമ്പോണ്ടല്ലോ എന്താ സ്മെല്ല്.
ഇതൊന്ന് നേരിട്ട് കാണണ്ടവരെ. ഏതായാലും എല്ലാവരും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കട്ടോ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് ഒന്ന് ടച്ച് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ മീൻ മണ്ടക്കറി. എന്താ കാണാൻ ചുരുക്കില്ലേ, ഓരോ മീനുകളും മുഖത്ത് വെക്കുമ്പോൾ എന്താ വലിയൊരു ഐശ്വര്യം. ഏതായാലും ഇനി വൈകിട്ട് ചെയ്യാൻ സമയമായി. വേപ്പിൻ്റെ അതിൻ്റെ ഇടയിൽ കുട്ടിയൊക്കെ മറന്നുപോയോ? എങ്ങനെ വേപ്പിൻ്റെ അടുത്ത് പായല്ലേ മക്കൾ ഓരോരുത്താ. എങ്ങനെയുണ്ട് നമ്മളെ ഫൈനൽ റിസൾട്ട്?